ഏറനാട് ഇത്തവണ ഇടതുമുന്നണി പിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷഫീർ കീഴ്ശ്ശേരി. UDF തുടർച്ചയായി ജയിച്ച പല മണ്ഡലങ്ങളും അട്ടിമറിച്ച പാരമ്പര്യം മലപ്പുറത്തുണ്ട്. ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഷഫീർ 24 പറഞ്ഞു. ഏറനാട് പിടിക്കാൻ ഇക്കുറി CPI നിയോഗിച്ചിരിക്കുന്നത് ഒരു യുവരക്തത്തെയാണ്. AIF-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷഫീർ കീഴ്ശ്ശേരി. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ തിരക്കിലാണ്. ഇടയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുണ്ട് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ്? വളരെ പോസിറ്റീവാണ്. ഈ മണ്ഡലം ഇത്തവണ ഞങ്ങൾ ജയിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നാട്ടിലെ ജനങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ്. ഓരോ ദിവസവും തോറും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവാകുന്നു എന്നുള്ളത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കും മുന്നണിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏറനാട് പിടിക്കും. തുടർച്ചയായി PK ബഷീർ ജയിച്ചു വരുന്നു. UDF-ന് ആ രീതിയിലുള്ള അപ്രമാദത്തുള്ള മണ്ഡലമാണ്. അവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ആ ഒരു ഘടകം അതെന്താ? തുടർച്ചയായി ജയിച്ചു വരുന്നു എന്നുള്ളത് പരാജയപ്പെടാതിരിക്കാനുള്ളൊരു കാരണമാണോ? മലപ്പുറം ജില്ലയുടെ പശ്ചാത്തലം പരിശോധിക്കൂ. TK ഹംസ മത്സരിച്ചിരുന്ന പാർലമെന്റ് മണ്ഡലം തുടർച്ചയായി UDF ജയിച്ചു വന്നതായിരുന്നു. മലപ്പുറത്ത് കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ആ സമയത്ത് തുടർച്ചയായിട്ട് UDF ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലാണ്. അവരുടെ വോട്ട് എന്ന് പറയുന്നത് അവർ ആ രാഷ്ട്രീയത്തെ പരിശോധിച്ച് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചു എന്നുള്ളത് ഇക്കാലത്ത് ജയിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. സ്വാഭാവികമായും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിവെക്കുന്ന വികസന നേട്ടങ്ങളെല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറനാട് മണ്ഡലം എന്ന് പറയുന്നത് അത്ര വലിയ ഒരു തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ അപ്രമാദിത്വമുള്ളൊരു മണ്ഡലമായി ഞങ്ങൾ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ 7 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചിട്ടുണ്ട്. അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള വോട്ട് ഷെയർ ഞങ്ങൾക്കുണ്ട്. ജനങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത്. അല്ലാതെ UDF ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. UDF-ഉം പരാജയപ്പെടാനുള്ളതാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ശരി, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഘടകം അതൊക്കെ തന്നെയാണ്. തുടർച്ചയായി ജയിച്ചു വരുന്നു എന്നുള്ളത് വീണ്ടും ജയിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ല UDF എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.